ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ നമ്മൾ എടുത്ത് വെക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. പട്ട, ഏലക്ക, ജാതിപത്രി, ഗ്രാമ്പു, നല്ല ജീരകം, സാജീരകം, പെരുംജീരകം ഇതെല്ലാം മിക്സിയിലൊന്ന് നന്നായി പൊടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ബിരിയാണി മസാല. ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷം അടികട്ടിയുള്ള നല്ലൊരു ചട്ടിയിൽ എണ്ണയും നെയ്യും ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കുക. 1 മിനിറ്റോളം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നമുക്ക് ചേർക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ സബോള നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ സബോള നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുകയാണ്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സവോള ഇട്ട് നമ്മൾ ഇളക്കിയതുപോലെ തക്കാളി ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കണമെന്നില്ല. തക്കാളി അവിടെ കിടന്ന് വെന്തോളും. കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്കത് അവിടെ വയ്ക്കാം. അഞ്ച് 6 മിനിറ്റിൻ്റെ മുകളിൽ എടുക്കും തക്കാളി ഒന്ന് വേവാനായിട്ട്. തക്കാളി വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാല ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ തൈര് ചേർക്കാം. തൈര് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി നമുക്കൊന്ന് ചിക്കൻ വേവാനായിട്ട് അവിടെ വയ്ക്കാം. 25 മുതൽ 30 മിനിറ്റോളം എടുക്കും നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവാനായിട്ട്. അപ്പോൾ നമുക്ക് പാത്രം അടച്ച് ചിക്കൻ അവിടെ വേവിക്കാൻ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നുള്ളൂ. ചിക്കൻ അവിടെ വേവുന്ന സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. ഒരു ചെറിയ ചട്ടി എടുത്ത് അതിൽ നെയ്യ് ചൂടാക്കി ആ നെയ്യിൽ നമുക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും സവോളയും ഒന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഇട്ട് കഴിയുമ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. അങ്ങനെ വീർത്ത് വന്നു കഴിയുമ്പോൾ നമുക്കതൊന്ന് കോരിയെടുക്കാം. അതുപോലെ തന്നെ സബോള ചെയ്യുമ്പോഴും കുറച്ച് സമയം എടുക്കും അതൊന്ന് വറുത്ത് വരാനായിട്ട്. ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ കിട്ടും. അത് നമുക്ക് അവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ റൈസ് ഉണ്ടാക്കിയതിന് ശേഷം ഗാർണിഷ് ചെയ്യാനാണ് ഉപയോഗിക്കുക. നമുക്കിനി റൈസ് ഉണ്ടാക്കാം. ഒരു കുക്കർ എടുത്ത് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ചെറിയൊരു സവാള ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ സവാളൊക്കെ ഇങ്ങനെ നല്ലോണം ട്രാൻസ്പെറൻറ്റ് പോലെയാവും. അങ്ങനെ ആയി കഴിയുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അരി, ബസ്മതി അരിയോ ജീരകരിയോ ഏതാണെന്ന് വെച്ചാൽ അരി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴുകി വെച്ച് കുതിർത്തിയ അരി ആ മിശ്രിതത്തിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി 4.5 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ എടുത്തു വയ്ക്കണം. ഈ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് അളവ്. അതുപോലെ അടുത്ത സ്റ്റെപ്പും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇടാൻ പോവുകയാണ്. ഉപ്പ് 1 സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇളക്കി നല്ലോണം ഒന്ന് ഇളക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക. വെള്ളത്തിൽ ഉപ്പ് രസം ഉണ്ടോ എന്ന് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് അതിലില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് ഇളക്കി നമ്മളൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കയറി നിൽക്കണം വെള്ളത്തിൽ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനാവശ്യമായ ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അരമുറി നാരങ്ങ പിഴിഞ്ഞ് അത് നന്നായി ഇളക്കി തിളപ്പിക്കാൻ വെക്കുക. തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുക്കർ മൂടി വിസിലിടാതെ വെക്കുക. ഇതുപോലെ നന്നായി ആവി വരാൻ തുടങ്ങുന്ന സമയത്ത് കുക്കറിൻ്റെ മുകളിൽ വെയിറ്റ് ഇട്ട് സ്റ്റവ് സിമ്മിലേക്കിട്ട് ഒരു 3-4 മിനിറ്റ് സിമ്മിൽ ഓടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും അതിന് ശേഷം അവിടെ തന്നെ തുറക്കാതെ അവിടെ വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പോയി നോക്കാം. 10-25 മിനിറ്റോളമായി ഇതിപ്പോൾ അവിടെ ഇരിക്കുന്നു.
അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. എന്നാലൊരു 3-4 മിനിറ്റ് കൂടി അവിടെ ഇരിക്കട്ടെ. ഞാനതിലൊരു പുതിനയില അരിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി അവിടെ 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാൻ വെച്ച് അതിനുശേഷം നമുക്കൊന്ന് ചിക്കൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാം. ചിക്കൻ നല്ല ഗ്രേവിയോട് കൂടി വെള്ളം കുറച്ചുകൂടി വറ്റി നല്ലൊരു തിക്ക് ഗ്രേവി ആവുന്ന വരെ നമ്മളൊന്ന് സ്റ്റവിൽ വെക്കണം എന്ന് ശ്രദ്ധിക്കണം. ഒരു 15 മിനിറ്റോളമായി നമ്മുടെ അരി ഒന്ന് കുക്കറിൽ നിന്ന് മാറ്റാണ്. കാരണം ഈ കുക്കറിലാണ് ഞാൻ ഇനി ദമ്മിടാൻ പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി മസാല പൊടി കുറച്ച് ആഡ് ചെയ്യുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു 1/4 മൂടി, വളരെ കുറച്ച് 1/4 മൂടി പൈനാപ്പിൾ എസൻസ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ താഴെയും സൈഡിലുമൊക്കെ ആയിട്ട് നന്നായിട്ട് പുരട്ടുക. എന്നിട്ട് ഇതുപോലെ ഒരു ലെയർ ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും എല്ലാം ഇട്ട് ഒരു ലെയർ ഇട്ടിട്ട് ആ ലെയറിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ റൈസ് ആഡ് ചെയ്യും. റൈസ് വിട്ട് ഒരു ലെയർ റൈസ് ജസ്റ്റ് അതൊന്ന് കവർ ചെയ്യാവുന്ന രീതിയിൽ മാത്രം റൈസ് ഇട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ ഒന്ന് വെതിരിയിടുക. ചുറ്റും കുറച്ച് അതിൻ്റെ മുകളിലൊന്ന് വെതിരിയിടുക. അതിനുശേഷം വീണ്ടും ഒരു ലെയർ ചിക്കനും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ഒരു ലെയർ ചിക്കൻ ആദ്യം നമ്മൾ ഇട്ടു. അതിനുശേഷം അതിന് മുകളിൽ റൈസ് ഇട്ടു. അതിൻ്റെ ഗാർണിഷ് ചെയ്യാനുള്ള സാധനം ഇട്ടു. പിന്നെ നമ്മൾ വീണ്ടും ഒരു ലെയർ ചിക്കൻ ഇട്ടു. അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടു. ഇതുപോലെ ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് ഇതുപോലൊരു തവ ആദ്യം സ്റ്റവിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഈ കുക്കർ വെച്ച് അടച്ച് നമുക്ക് ഒരു 15 മിനിറ്റ് വരെ ഇതിങ്ങനെ വെക്കാം. 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വീണ്ടും ഒരു 15 മിനിറ്റ് അവിടെ വെക്കാം. അരമണിക്കൂർ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിളും ഇതുപോലെ ഒരു സാലഡും ഒക്കെ ഉണ്ടാക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ദമ്മ് പൊട്ടിച്ച് ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അത് മുഴുവൻ എടുത്ത് മാറ്റിയതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചാൽ ബിരിയാണി റെഡി. നമ്മളുണ്ടാക്കിയ ബിരിയാണി. ഇനി നിങ്ങളൊന്ന് ഓടിപ്പോയിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കും. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിനേക്കാളും ഒരുപാട് ടേസ്റ്റിലായിരിക്കും നിങ്ങളുണ്ടാക്കുക. അപ്പോൾ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓടിപ്പോയിട്ട് ബിരിയാണി ഉണ്ടാക്കിക്കും. നിങ്ങളുണ്ടാക്കിയ ബിരിയാണികളും അതിൻ്റെ അഭിപ്രായങ്ങളും കേൾക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കിയ ബിരിയാണിയുടെ ചിത്രങ്ങൾ അയക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അയയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഓരോ ഫ്രീ ഡൗൺലോഡുകൾ വീതം ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഡൗൺലോഡുകളുടെ ലിങ്കുകൾക്കെല്ലാം വാലിഡിറ്റി ഉള്ളതാണ്. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടെ അമർത്തിയാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെ എല്ലാ ഫ്രീ ഡൗൺലോഡുകളും ഒന്നുപോലും മിസ്സാവാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച.